റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി കുഴിച്ചിട്ട ഒരു പാതയാണ് ഈ കാണുന്നത്. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുഴിച്ചിട്ട ഈ ഒരു പാത ഇങ്ങനെ തുടരാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. ഈ അടുത്തിടയ്ക്കായി ഇവിടെയുള്ള ടേസ്റ്റി എന്നുള്ളൊരു കടയിലേക്ക് ഈ കരിങ്കല്ല് തന്നെ അടിച്ചു കയറി ഈ ഒരു ചില്ല് പൊട്ടുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. ഏകദേശം 10,000 രൂപയോളം നഷ്ടമാണ് ഇത്തരത്തിലുണ്ടായതെന്നാണ് കടയുടമ നസീർ നമ്മളോട് പറയുന്നത്. എന്താണ് സംഭവിച്ചത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് ശരിക്കും ഉണ്ടായത്? ഈ ഒരു റോഡിൽ കല്ലടിച്ച് കയറിയതാണല്ലേ? വാഹനം പോകുമ്പോൾ കല്ലടിച്ച് കയറി ചില്ല് പൊട്ടിയതാണോ? ഒരു ലോറി പോകുമ്പോൾ ലോറിയിൽ നിന്ന് അതിൻ്റെ ടയറിൽ നിന്ന് കല്ലടിച്ച് അത് പൊട്ടിയതാണ്. അപ്പോൾ ഇത് വളരെ മുൻപേ തന്നെ ഇവിടെയുള്ള വ്യാപാരി വ്യവസായികൾ നാട്ടുകാരൊക്കെ തന്നെ വാർഡ് കൗൺസിലർ ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവർ വളരെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള രീതിയാണ് അവർ സമീപിച്ചിട്ടുള്ളത്. ഏകദേശം എത്ര കാലമായി ഈ റോഡ് ഈ ഒരു അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇതൊരു 6 മാസത്തിന് മേലെ. ആദ്യം അവർ കുഴിച്ച് മണ്ണിട്ടിട്ട് അങ്ങനെ അങ്ങ് പോയി. ആ മഴ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, അല്ലാത്ത ട്രാൻസ്പോർട്ട് സർവീസുകളൊക്കെ തന്നെ റോഡിൻ്റെ അവിടെ താറാൻ തുടങ്ങി, മണ്ണിൽ പൂന്തിരിക്കുന്നത്. അങ്ങനെ ഈ നാട്ടുകാരൊക്കെ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ഇവർ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇവിടെ കല്ലുകൊണ്ടിട്ടു. ഈ കല്ല് കടയുടെ മുന്നിലിടുമ്പോൾ തന്നെ നമ്മുടെ ഗ്ലാസ്സാണ്, നിങ്ങളിങ്ങനെ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് അന്ന് ഇവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ അടുക്കലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, ഒരിക്കലും സംഭവിക്കില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കല്ല് തെറിച്ചിട്ടാണ് ഇത് സംഭവിച്ചത്. ഇതിന് ഉത്തരവാദിത്തം ആരാ ഏറ്റെടുക്കുക? ഇവിടുത്തെ വാർഡ് കൗൺസിലറെ വിളിച്ചു. വാർഡ് കൗൺസിലർ എത്ര ദിവസമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൻ്റെ കോൺട്രാക്ടറുടെ നമ്മളെ വ്യാപാര വ്യവസായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാൾ ഇന്ന് വരുമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ 9:30 മണിക്ക് അയാൾ എത്തുമെന്ന് പറഞ്ഞതാണ്. 9:30 മണിയായിട്ടും ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും പുള്ളി എത്തിയിട്ടില്ല. ഈ വാർഡ് കൗൺസിലറെ വിളിച്ചപ്പോൾ എന്താണ് ഉണ്ടായ ഒരു പ്രതികരണം? എന്തെങ്കിലും ചെയ്തുതരാമെന്ന് പറഞ്ഞോ? വാർഡ് കൗൺസിലല്ല, പ്രത്യേകിച്ചൊന്നും അവരൊന്നും പറഞ്ഞില്ല. വാർഡ് കൗൺസിലർ പറഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ വ്യാപാര വ്യവസായയുടെ പ്രസിഡന്റാണ് വിളിച്ചത്. അനിൽകുമാർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ അടുക്കൽ ആദ്യം പറഞ്ഞത് ഈ വാർഡ്